അധ്യായം 2. കടവിൽ തോണിയെടുത്തപ്പോഴാണ് ഹസൻക ആയിഷയുടെ മരണവിവരം അറിയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അബൂക്കയെ തേടി വീട്ടിലേക്ക് ഓടി വന്നു. ആയിഷ എന്ന് കേട്ടപ്പോഴേ അബുവിൻ്റെ മുഖമാണ് അയാളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്. എങ്ങനെ കാര്യം അവതരിപ്പിക്കും എന്നതായിരുന്നു വീട്ടിലെത്തും വരെ ഹസൻകയുടെ മനസ്സ് മുഴുവൻ. എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? അല്ലെങ്കിൽ കേട്ട വിവരം ശരിയാണെന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? വേണ്ട, എന്തായാലും പറയണം. പറഞ്ഞില്ലെങ്കിലും അബു ഇതറിയും. പതിയെ കാര്യം പറയാം. ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാകുമായിരിക്കും. ഞെട്ടട്ടെ, പറ്റുമെങ്കിൽ ഉൾക്കൊള്ളട്ടെ. കുറച്ചു സമയം കഴിയുമ്പോൾ പതിയെ ഉൾക്കൊള്ളുമായിരിക്കും എന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ഹസൻക വീട്ടിലേക്ക് ഓടിയെത്തിയത്. പക്ഷേ വീട്ടിലെത്തിയതും അബൂക്കയുടെ ഇരുത്തം കണ്ടപ്പോഴേ തനിക്ക് മുമ്പേ അബു വിവരമറിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. രണ്ടുപേരും വലിയ ചങ്ങാതിമാരാണ്. ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നവർ. ഇന്നേ വരെ ഖദീജ അറിഞ്ഞ അബൂക്കയുടെ ജീവിതത്തിൽ മുക്കാലിൽ കൂടുതൽ പങ്കും ഹസൻകയുടെ പേരുകൂടി ചേർത്ത് വെച്ചുള്ളതായിരുന്നു. ആ ഇരുത്തം കണ്ടതിൽ പിന്നെ ഹസൻക ഒന്നും മിണ്ടിയില്ല. എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക എന്ന ചോദ്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാകും. ആയിഷയോടുള്ള പ്രണയം അബൂക്ക ഒരിക്കലും ഹസൻകയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടാകും. ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യരുടെ ഇഷ്ടങ്ങൾ അവർ പറയാതെ തന്നെ അറിയാൻ കഴിയില്ലേ? നോട്ടത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, ചിലപ്പോഴൊക്കെ ഒരു നിശ്വാസം കൊണ്ട്. സമപ്രായക്കാരാണ് അബൂക്കയും ഹസൻകയും. കാഴ്ചയ്ക്കും ഒരേ പ്രകൃതം. പരിചയപ്പെട്ട കാലം തൊട്ടേ അവർ നല്ല കൂട്ടായിരുന്നു. ഖദീജയെപ്പോലെ അബൂക്കയുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന മറ്റൊരാൾ. ഖദീജയുടെ കണ്ണുകളിലേക്കും അബൂക്കയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയിരിക്കുന്ന ഹസൻകയോട് അവൾ ഒരു വണ്ടി കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ടതും അതുതന്നെയാണ് താനും ആലോചിച്ചത് എന്ന മട്ടിൽ ഹസൻക വീട്ടിലേക്ക് പോയി. തിരിച്ച് കാളവണ്ടിയുമായി വന്നു. ഇപ്പം പുറപ്പെടണം, എന്നാലും മയ്യത്തെ എടുക്കുമ്പോൾ അപ്പോഴേക്കും എത്താം, ഹസൻക പറഞ്ഞു. അവൾ പതിയെ എണീറ്റ് ആവശ്യമായ സാധനങ്ങൾ എടുത്തു. അങ്ങേക്കരയിലേക്ക് ഇവിടെ നിന്നും അരപകൽ യാത്രാസമയമുണ്ടാകും. എങ്കിലും അവസാനമായി ഒന്നവിടം വരെ പോകണമെന്ന് അബൂക്കയുടെ മനസ്സ് വല്ലാതെ പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് കേൾക്കാം. അതുകൊണ്ടാണ് ഹസൻകയോട് വണ്ടിയുമായിട്ട് വരാൻ പറഞ്ഞത്. ഹസൻകയ്ക്കും ഒരു പക്ഷേ അത് തോന്നിക്കാണും. അവർക്ക് അധിക സാധനങ്ങളൊന്നും കരുതേണ്ടിയിരുന്നില്ല. പോയി വരുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാൽ മാത്രം കരുതേണ്ട ചിലത് പെറുക്കിക്കൂട്ടണം, അത്രയേ വേണ്ടൂ. എന്തൊക്കെ എടുക്കാനുള്ള ഓട്ടം. ഓട്ടത്തിനിടയ്ക്ക് അബൂക്കയിലേക്ക് അവളുടെ നോട്ടം പോകും. ഇപ്പോഴും താഴേക്ക് നോക്കിയുള്ള അതേ ഇരിപ്പാണ്. അനങ്ങിയിട്ടില്ല. നന്നേ തളർന്നിരിക്കുന്നു. മനസ്സ് പിടഞ്ഞിരിപ്പാണ്. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എൻ്റെ റബ്ബേ? ആരാണ് ആയിഷ? അത്രമേൽ പ്രിയപ്പെട്ടൊരു മനുഷ്യൻ. അങ്ങനെയും ചില മനുഷ്യരില്ലേ നമ്മുടെ ജീവിതത്തിൽ? എല്ലാ ദിവസവും കണ്ടില്ലെങ്കിലും, എന്നും സംസാരിച്ചില്ലെങ്കിലും, ഇപ്പോൾ എന്ത് ചെയ്യുന്നെന്ന് അറിയില്ലെങ്കിലും എവിടെയോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകുമെന്ന് മനസ്സ് പറയാറില്ലേ? നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കില്ലേ? അവർ നമ്മളെയും ഓർക്കുന്നുണ്ടാകുമോ എന്നൊക്കെ ഒരിക്കലെങ്കിലും ആലോചിക്കാറില്ലേ? ചില മനുഷ്യരുടെ സാന്നിധ്യമൊന്നും ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടി വരില്ല. അവർ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും എന്ന ചിന്ത തന്നെ മതിയാകും നമുക്ക് അവരുടെ അസാന്നിധ്യം ഉൾക്കൊള്ളാൻ. ഒരു പക്ഷേ ഇന്ന് അബൂക്കയ്ക്ക് ഇല്ലാതായതും അങ്ങനെയൊരു മനുഷ്യനെക്കുറിച്ചുള്ള ചിന്ത ആയിരിക്കണം. വണ്ടിയിൽ കയറുമ്പോൾ അവൾ അബൂക്കയുടെ കയ്യിൽ പിടിച്ചു. ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തളർച്ച അദ്ദേഹത്തിൻ്റെ നടത്തത്തിലേ ഉണ്ടായിരുന്നു. വണ്ടി പതിയെ നീങ്ങിത്തുടങ്ങി. അവിടെ എത്തുമ്പോഴേക്കും മയ്യത്തെ എടുക്കുമോ എന്ന ആശങ്ക ഹസൻക പ്രകടിപ്പിച്ചെങ്കിലും അബൂക്ക മിണ്ടാതെ താഴേക്ക് നോക്കി തന്നെ ഇരിപ്പാണ്. 3 പേർക്കിടയിലും എന്തെന്നില്ലാത്ത നിശബ്ദത. എന്നും കാണുന്നവരാണെങ്കിലും ഹസൻകയെ കണ്ടാൽ നാവിന് ഒഴിവ് കൊടുക്കാതെ സംസാരിക്കുന്ന അബൂക്കയാണ് ഇപ്പോൾ മിണ്ടാതെ തലയും കുനിച്ചിരിക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സങ്കടമോ ദേഷ്യമോ ആശങ്കയോ വേവലാതിയോ ഉള്ളപ്പോൾ അവർ സംസാരം കുറയ്ക്കും, അല്ല കുറഞ്ഞു പോകും.
സന്തോഷത്തിൽ അവർ കൂടുതൽ സംസാരിക്കും. മിതഭാഷികളെ മനസ്സിലാക്കാനാണ് പാടുള്ളത്. പെട്ടെന്നവൾ അബൂക്കയെ നോക്കി. കണ്ണ് പുറത്തെ കാഴ്ചകളിലേക്ക് പായുന്നില്ല. മനസ്സാണെങ്കിലോ ഒരുപാട് കാടുകയറി ചിന്തിക്കാൻ അവളെ സമ്മതിക്കുന്നുമില്ല. എന്തെങ്കിലും കുറച്ച് ചിന്തിക്കുമ്പോഴേക്കും അബൂക്കയിലേക്ക് തന്നെ കണ്ണും മനസ്സും പോകും. അതേ ഇരിപ്പ് തന്നെ. വണ്ടിയുടെ കുലുക്കത്തിനൊപ്പം ശരീരം കുലുങ്ങുന്നുണ്ടെന്നല്ലാതെ നോട്ടം മാറുന്നില്ല. താഴോട്ട് തന്നെ. അബൂക്കയെ മുമ്പൊരിക്കലും അവൾ ഇങ്ങനെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ വേർപാട് ഒരാളെ എത്രയേറെ തളർത്തുമെന്ന് അബൂക്ക കാണിച്ചു തരികയായിരുന്നു. അങ്ങനെ മാത്രമല്ല, ആയിഷയോടുള്ള അബൂക്കയുടെ സ്നേഹം, സൗഹൃദം, ആദരവ്, പരിഗണന, മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാം എത്രത്തോളമെന്ന് അവൾ കണ്ടറിയുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം അവൾക്ക് ആയിഷയോട് വല്ലാത്ത അസൂയ തോന്നി. ആയിഷ അവളായിരുന്നെങ്കിലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ ഇത്രത്തോളം മറ്റൊരു മനുഷ്യൻ്റെ പേരിൽ തളർന്ന് ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ തളർച്ച പോലും തനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി. എത്ര സ്വാർത്ഥയാണ് അവൾ! പ്രിയപ്പെട്ടൊരുവൻ്റെ ചിന്തയോ കണ്ണീരോ പോലും തനിക്ക് മാത്രമായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകും വിധം സ്വാർത്ഥം. അല്ലെങ്കിലും പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ആരാണ് സ്വാർത്ഥരല്ലാത്തത്? വണ്ടി നീങ്ങുന്നുണ്ട്. പുറത്തെ കാഴ്ചകളിൽ ഒന്നും തന്നെ അവളുടെ മനസ്സുടക്കുന്നില്ല. എന്തോ ഇവിടെ അബൂക്കയുടെ കൂടെ ഇരിക്കാനാണ് തോന്നുന്നത്. ഇവിടം വിട്ട് ഒരു നിമിഷത്തേക്ക് പോലും മനസ്സ് മാറാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. 5 മൈൽ കഴിഞ്ഞാൽ നൂറാടി പാലം എത്തും. പിന്നെ കുറച്ചേ ഉള്ളൂ. ഹസൻക ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. പ്രത്യേകിച്ച് മറുപടികളൊന്നും ഉണ്ടായില്ല. മൂപ്പരത് പ്രതീക്ഷിക്കുന്നുമില്ല. അവൾ കണ്ണുകൾ പുറത്തേക്കു തന്നെ പായിച്ചു. മുമ്പൊരിക്കലും ഇതുവഴിയൊന്നും വരേണ്ടി വന്നിട്ടില്ല. ആയിഷയെ നമുക്കൊരിക്കൽ കാണാമെന്ന് അബൂക്ക പറഞ്ഞിരുന്നെങ്കിലും ആയിഷ നാട്ടിലില്ലാതിരുന്നതിനാൽ ഇതുവഴി വന്നിരുന്നില്ല. നൂറാടി പാലം കടന്നതും അവളുടെ ഹൃദയം പടപടമിടിക്കാൻ തുടങ്ങി. അബൂക്കയുടെ കഥകളിലെ ആയിഷ ജീവിച്ച നാട്ടിലെത്തിയിരിക്കുന്നു. ആയിഷ മനസ്സ് ആ പേര് തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. നാട്ടിൽ നല്ല തിരക്കുണ്ട്. ആ നാട് എങ്ങനെയാകുമെന്ന മനസ്സിൽ മുമ്പേ തന്നെ ഒരു ചിത്രം കൊണ്ട് നടന്നിരുന്നു. വഴി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മരണവാർത്ത കേട്ടു വന്നവരാണെന്ന്. വഴി ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ആളുകൾ പോകുന്ന ഇടത്തേക്ക് തന്നെ നോക്കി പോയിക്കോളൂ. ഈ ആളുകളൊക്കെ മരണ വീട്ടിലേക്ക് തന്നെയാണ്. ആയിഷയുടെ മരണമറിഞ്ഞ് പലരും വന്നിരിക്കുന്നു. എങ്ങനെ വരാതിരിക്കും? ആയിഷയുടെ കുടുംബവും ഹംസക്കുട്ടിയുടെ കുടുംബവും പല ദേശങ്ങളിലായി പരന്നു കിടപ്പുണ്ട്. ഇവിടം തൊട്ട് മൊറോക്കോ വരെ ഉണ്ടത്രേ ജനപ്രവാഹം എന്നു തന്നെ പറയാം. ഒരേപോലെ ആയിഷയുടെയും ഹംസക്കുട്ടിയുടെയും പരിചയക്കാർ ഓടിയെത്തുന്നതാകും. വണ്ടി വീണ്ടും പതിയെ ചലിപ്പ് തുടർന്നു. വീട് എത്താറായെന്ന് ഹസൻക പറഞ്ഞതു കേട്ട് അവൾ പുറത്തേക്ക് തലയിട്ടു നോക്കി. ഹംസക്കുട്ടി ഹാജിയാരുടെ വീട് കൊട്ടാരം കണക്കെയായിരുന്നു. ആയിഷയുടെ വീട് വലിയൊരു ബംഗ്ലാവ് തന്നെയാണിത്. മുമ്പ് ഒരിക്കലും അവളൊരു ബംഗ്ലാവ് കണ്ടിട്ടില്ല. എന്നാലും സങ്കല്പത്തിലെ ബംഗ്ലാവിന് ഇതേ സാദൃശ്യമുണ്ട്. വെള്ളപൂശിയ നെടുനീളൻ മതിലും 3 കാളവണ്ടികൾ ഒരേ സമയം കയറ്റാൻ പാകത്തിന് വീതിയുള്ള കൊത്തുപണികൾ തീർത്ത കറുത്ത ഗേറ്റും. വീടിൻ്റെ ഭംഗി കാണാൻ പറ്റാത്ത വിധമുള്ള പന്തലിൽ ഒതുങ്ങാത്തത്ര ആളുകൾ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. എങ്കിലും വീടിൻ്റെ വലിപ്പം ഊഹിക്കാം. അതൊരു വല്ലാത്ത വീട് തന്നെയാകും. ചുരുങ്ങിയത് ഒരു 15 കുടുംബത്തിനെങ്കിലും താമസിക്കാൻ പാകത്തിന് വലിപ്പമുണ്ട്. അബൂക്കയെ നോക്കാൻ ഹസൻകയെ ഏൽപ്പിച്ചിട്ടവൾ വീടിന് പിന്നാമ്പുറത്തേക്ക് പോയി. അവിടെ ആകട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നല്ല തിരക്ക്. ആകപ്പാടെ ചൂടും അടക്കിപ്പറച്ചിലിൻ്റെ ബഹളവും. പ്ലേഗായിരുന്നോ? പേർഷ്യന്ന് വരുമ്പോഴേ ഉണ്ടായിരുന്നു അത്രേ. നാട്ടിലെത്തും മുമ്പ് മരിച്ചു. ആരുടെയൊക്കെയോ അടക്കിപ്പറച്ചിലുകളാണ്. കിട്ടിയ വിവരം ഇതായിരുന്നു. ആളുകൾ ഒഴിഞ്ഞ ഒരു വിശാലമായ മുറിയിൽ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. കാണേണ്ടവർക്ക് കാണാം. ആരോ വിളിച്ചു പറയുന്നുണ്ട്. ആളുകൾ തിങ്ങിക്കയറുന്നതിനിടയിൽ കൂടി അവളും അകത്തു കയറി. ആളുകൾ മയ്യത്ത് കിടത്തിയ മുറിയിലേക്ക് പോയപ്പോൾ അവൾ മുറ്റം കാണാൻ പറ്റുന്ന മുറി തേടുകയായിരുന്നു. ആ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട്. എന്തായാലും അത്തരത്തിലൊരു മുറിയിലെ ജനാലയ്ക്കടുത്ത് സ്ഥാനം പിടിച്ചു.
തിരക്ക് കൂടിക്കൂടി വന്നു. ജനാലയ്ക്കരികിൽ നിൽക്കുമ്പോൾ അവൾക്കൊന്നേ വേണ്ടിയിരുന്നുള്ളൂ, അബൂക്കയെ കാണണം. അങ്ങേ മൂലയിൽ മാറി ഒരു തൂണിലേക്ക് തലയും ചായ്ച്ച് താഴേക്കു തന്നെ നോക്കിയിരിക്കുകയാണ് അബൂക്ക. ചെന്നൊന്ന് ചേർത്തു പിടിക്കാൻ തോന്നി അവൾക്ക്. അത്രയ്ക്ക് തളർന്നിരിക്കുന്നു. ആരൊക്കെയോ മയ്യത്ത് കണ്ടിറങ്ങുന്നുണ്ട്. അബൂക്ക മാത്രം അനങ്ങുന്നില്ല. അത് ഇരിപ്പ് തന്നെയാണ്. അബൂക്കയ്ക്ക് ആയിഷയെ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഖദീജയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അബൂക്കയുടെ കഥകളിലെ പ്രിയപ്പെട്ടവളെ ഒരു നോക്കൊന്ന് കാണാൻ, ആ മുഖമൊന്ന് കാണാൻ. പക്ഷേ ഖദീജ പോയില്ല, കണ്ടില്ല. എനിക്ക് കാണേണ്ട, കാരണം അബൂക്ക കഥകൾ പറയുമ്പോഴെല്ലാം ആ കഥകളിലെ ആയിഷയ്ക്ക് എന്നിലെന്നും എൻ്റെ തന്നെ മുഖമായിരുന്നു. ആ മുഖം എന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ മതി. അബൂക്കയുടെ കഥകളിൽ ഞാൻ കാണാറുള്ള ആയിഷയ്ക്ക് എൻ്റെ തന്നെ മുഖം മതി, ഖദീജ മനസ്സിൽ പറഞ്ഞു. മയ്യത്തെടുത്തപ്പോൾ അബൂക്കയും പതുക്കെ എണീറ്റ് മയ്യത്തിനൊപ്പം പോയി. ഹസൻകയോട് ചേർന്ന് മയ്യത്തിന് അടുത്തുള്ള നിരയിലാണ് നടപ്പ്. പ്രിയപ്പെട്ടവൻ്റെ ഹൃദയം എത്രത്തോളം മിടിക്കുന്നുണ്ടാകും എന്ന് ഖദീജയ്ക്ക് ഊഹിക്കാമായിരുന്നു. സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലെ നിസ്കാരവും കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തി. അബൂക്ക മാത്രം തിരിച്ചെത്തിയില്ല. പിന്നാലെ വന്ന ഹസൻകയോട് ചോദിച്ചപ്പോൾ ഇത്തിരി നേരം കൂടെ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അത്രേ. അബൂക്കയുടെ മനസ്സ് പടച്ചോൻ ആയിഷയ്ക്ക് കാണിച്ചിട്ടുണ്ടാകും. അവളുടെ റൂഹ് അബൂക്കയെ പ്രതീക്ഷിച്ചില്ലെങ്കിലും അബൂക്കയുടെ വരവ് അവൾ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇനിയും പടച്ചോനത് മറച്ചു വയ്ക്കാൻ പറ്റുമോ? ഇടയ്ക്കെപ്പോഴോ തോന്നിയിട്ടുണ്ട് അബൂക്കയ്ക്ക് ആയിഷയായിരുന്നു മംഗലം കഴിച്ചു കൊടുക്കേണ്ടിയിരുന്നതെന്ന്. ഖദീജയുടെ ചിന്തകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ അബൂക്കയോട് പറയും, എന്നേക്കാൾ നിങ്ങളെ അർഹിക്കുന്നത് ഒരു പക്ഷേ ആയിഷ എന്നെ ആകും അല്ലേ എന്ന്. പക്ഷേ അബൂക്ക എന്നും അതിനെ എതിർത്തിട്ടേയുള്ളൂ. ഖദീജ, നിന്നോളം ആയിഷ പോലും ഇന്ന് എന്നിലില്ല. നിന്നോളം മറ്റൊരു മനുഷ്യനെ എന്നെ അർഹിക്കുന്നുമില്ല. എനിക്ക് എപ്പോഴും സംശയം നിന്നെ ഞാൻ അർഹിക്കുന്നുണ്ടോ എന്നായിരിക്കും അബൂക്കയുടെ മറുപടി. ഇടയ്ക്കൊക്കെ അത് കേൾക്കാൻ വേണ്ടി മാത്രം അവൾ ഇതേ വിഷയം സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു കുളിരാണ്. പ്രിയപ്പെട്ടൊരു മനുഷ്യന് നമ്മളും പ്രിയപ്പെട്ടതാണെന്നത് എത്ര കേട്ടാലും മതി വരാത്തൊരു കാര്യമല്ലേ. കുറേ നേരത്തിന് ശേഷം അബൂക്ക ഒറ്റയ്ക്ക് മടങ്ങി വന്നു. പതിയെ മടിച്ചാണ് വന്നത്. കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. മടക്കയാത്രയിൽ ഹസൻക ആയിഷയുടെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് കളിച്ചതും പഠിച്ചതും, ഹംസക്കുട്ടി ഒരു പെരുന്നാൾക്ക് ഹാജിയാരുടെ വീട്ടിലേക്ക് വന്നതും, ആയിഷയെ കണ്ട് ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതുമൊക്കെ ഓരോന്നിനും അവൾ അങ്ങനെ ഇരുന്ന് മൂളിക്കൊടുത്തു. ഈ കഥകളൊക്കെയും അവൾക്കറിയാമായിരുന്നു. അബൂക്കയത് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. മടിയിൽ തല ചായ്ച്ചു കിടക്കുന്ന അബൂക്കയെ തലോടുമ്പോഴും അവളുടെ മടിത്തട്ട് അബൂക്കയുടെ കണ്ണുനീരിൻ്റെ ചൂടറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അലയടിച്ച് കരയുകയാണെന്ന് തോന്നുന്നു. മനുഷ്യർക്ക് സ്നേഹവും കരുതലും നൽകാൻ, മനസ്സിൽ സൂക്ഷിക്കാൻ, അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നോ നമ്മുടെ ജീവിതത്തോട് എല്ലാ കാലത്തും ചേർന്ന് നിൽക്കണമെന്നോ നിർബന്ധമില്ലെന്ന് തോന്നുന്നു. എത്ര മനോഹരമായാണ് ഓരോ മനുഷ്യർ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത്.